സ്റ്റെഫിനെ, ഈ പഴവങ്ങാടിയും പത്മനാഭസ്വാമി ക്ഷേത്രവും ആ പരിസരം മുഴുവൻ ഈ വെള്ളക്കെട്ടിലായിരിക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് എത്തിയ ആളുകളൊക്കെ തന്നെ പ്രയാസപ്പെടുന്ന ഒരു കാഴ്ചയാണ്. ശ്രീകണ്ഠേശ്വരത്തും അങ്ങനെ തന്നെയാണ്. ആളുകളൊക്കെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് എത്തുന്ന ഒരു ഇടമാണ്. അപ്പോൾ അവിടെ ഭക്തർ വീണ്ടും വലഞ്ഞിട്ടുണ്ട്. അവിടേക്ക് ആളുകളുടെ ഒരു ഒഴുക്ക് എങ്ങനെയാണ്? അവിടെ ഒരു വെള്ളക്കെട്ടൊക്കെ എങ്ങനെയാണ് സ്റ്റെഫിനെ? ജയലക്ഷ്മി, വലിയ പ്രശ്നമാണ്. ഏതായാലും ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ വെള്ളക്കെട്ടുണ്ട്. നമ്മൾ ഈ ആദ്യമേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞിരുന്നു. ചെളിയെല്ലാം അടിഞ്ഞുകൂടിയ ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. ഇപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂറായി മഴ മാറി നിൽക്കുന്നത് കൊണ്ടാണ് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയത്. ഈ കാണുന്നത് ആമയിഴഞ്ചാൻ തോടാണ്. ഏകദേശം അതിന്റെ ഒരു അറ്റത്തോളം വെള്ളം എത്തിയിട്ടുണ്ട്. ട്രാക്കിലേക്കൊക്കെ ഒരുപക്ഷെ കൂടുതൽ മഴ ശക്തമായി നിൽക്കുകയാണെങ്കിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് റെയിൽവേ ജീവനക്കാരെല്ലാം ആ ഭാഗങ്ങളിൽ കാണാൻ കഴിയും. അവര് ഈ ട്രാക്കിൽ എന്തെങ്കിലും മരം ഒടിഞ്ഞു വീണിട്ടുണ്ടോ, ശിഖരം ഒടിഞ്ഞു വീണിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്ന കാഴ്ചകൾ നമുക്ക് ആ ഭാഗത്ത് കാണാൻ കഴിയും. ഇതിന്റെ തൊട്ടപ്പുറത്ത് തമ്പാനൂരിലേക്ക് പോകുന്ന റോഡാണ്. അവിടെയും വെള്ളക്കെട്ടാണ്. ബഞ്ചൂരിന്റെ ഭാഗത്തും വെള്ളക്കെട്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി തൊഴിലാളികൾ കൂടുതലായി ഇറങ്ങി ഓടയെല്ലാം തന്നെ വൃത്തിയാക്കുന്ന കാഴ്ചകളാണ് ആ പ്രദേശത്തെല്ലാം തന്നെ കാണുവാൻ കഴിയുന്നത്. ഇത് ഈ കാണുന്ന സ്ഥലത്ത് കൂടുതൽ വീടുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കൊന്നും വെള്ളം കയറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. മഴ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ വാഹനങ്ങൾക്കെല്ലാം കടന്നു പോകുന്നതിന് ഇപ്പോഴും വലിയ പ്രയാസമാണ് അനുഭവപ്പെടുന്നത്. നേരത്തെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഈ കാണുന്ന ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഉൾപ്പെടെ വെള്ളക്കെട്ടായിരുന്നു. അത് പതിയെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്കാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത്. പലയിടത്തും പ്രശ്നമെന്ന് പറയുന്നത് ഓട അടഞ്ഞുള്ള അവസ്ഥയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇതുപോലെ ഓട അടഞ്ഞ ഒരു അവസ്ഥ പലയിടങ്ങളിലും ഉണ്ട്. അതാണ് പ്രശ്നം. ചേട്ടാ, എവിടുന്നാണ്? മഴയാണ്. മഴയാണ്. വരുന്ന വഴിക്കൊക്കെ വെള്ളക്കെട്ടായിരുന്നോ? എവിടുന്നാ വരുന്നേ? അത് വെള്ളം കെട്ടിരിക്കില്ല. റോഡിലെ ചിലവ് വെള്ളം കെട്ടിരിക്കില്ല. അതെ, റോഡിലെല്ലാം അദ്ദേഹം വന്ന വഴിയിലും വെള്ളക്കെട്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ സ്മാർട്ട് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ സൈഡിലെല്ലാം തന്നെ ഓട കെട്ടി അതിന്റെ മുകളിൽ ടൈൽസ് വിരിച്ച ഒരു നിലയിൽ ഉണ്ട്. അതിന്റെ എതിർവശത്താണ് ആമയിഴഞ്ചാൻ തോടുള്ളത്. ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഈ റോഡിലുള്ള വെള്ളം ഇറങ്ങി പോകുന്നതിന് ചെറിയ ഓവുകളുണ്ട്. അവിടെയെല്ലാം തന്നെ അടഞ്ഞു നിൽക്കുന്നതാണ്. പല മാലിന്യങ്ങളെല്ലാം കൊണ്ട് അടഞ്ഞു നിൽക്കുന്നതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി അതിരൂക്ഷമായിട്ടുള്ളത്. നേരത്തെ ഏതായാലും അത്രയധികം രൂക്ഷമായ പ്രതിസന്ധി ഇപ്പോൾ ഇല്ല എന്ന് പറയാം. കാരണം ഈ കാണുന്ന സ്ഥലത്തു നിന്നെല്ലാം വെള്ളം കുറച്ചൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്ന വാഹനത്തിന്റെ ഏതാണ്ട് ആ ഒരു ടയറിന്റെ മട്ടം വെള്ളം കയറിയ അവസ്ഥയിൽ ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളം ഇങ്ങനെ ഇറങ്ങി. പക്ഷെ ഇപ്പോഴും പ്രശ്നമായി തുടരുന്നത് ഈ ഓട ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്നതാണ്. ഓവുചാലുകൾ അടഞ്ഞു നിൽക്കുന്നതാണ് ഒരു പ്രതിസന്ധി. ഇങ്ങോട്ടേക്ക് കൂടുതൽ തൊഴിലാളികളൊക്കെ എത്തിയാൽ മാത്രമേ ആ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ. നേരത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കാണുന്ന കടയുടെ ഭാഗത്തേക്കൊക്കെ വെള്ളം കയറിയ ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ ഒരു മലിന ജലമാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. കാരണം അത്രയധികം മാലിന്യങ്ങൾ ശ്രീകണ്ഠേശ്വരത്തെ കാര്യങ്ങളാണ് സ്റ്റെഫിൻ പറഞ്ഞത്. തിരുവനന്തപുരത്തെ എല്ലായിടങ്ങളിലും ഈ ഒരു വെള്ളക്കെട്ട് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ മഴ കുറച്ചൊന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് ശ്രീകണ്ഠേശ്വരം ഭാഗത്തൊക്കെ ഒരു വെള്ളം ഇറങ്ങുന്ന സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് സ്റ്റെഫിൻ പറയുന്നത്. നമുക്ക് ചാക്കയിൽ നിന്ന് അമൽ തേനമ്പറമ്പിൽ കൂടി ചേരുന്നുണ്ട്. അമലെ,